പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും സിപിഐയും. കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നത് സിപിഐ സർവീസ് സംഘടനയെന്ന് ഇടുക്കി ഡിസിസി പ്രസിഡന്റ് ആരോപിക്കുന്നു. താനല്ല, കോൺഗ്രസ് നേതാവ് അഷ്റഫാണ് കയ്യേറ്റക്കാരുടെ ആളെന്ന് വാഴൂർ സോമൻ MLA തിരിച്ചടിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ഇത് ഈ നാട്ടുകാരും അല്ല കയ്യേറ്റക്കാർ. അത് ആര് പറയുന്നുണ്ട്? DIG സേതുരാമൻ പറയുന്നുണ്ട്. പ്രദേശവാസികൾ ആരും കയ്യേറിയിട്ടില്ല. ഇതെല്ലാം വൻ തോക്കുകളാണ് വന്ന് കയ്യേറുന്നത്. അവരെ സഹായിക്കുന്ന ചില ഏജന്റുമാർ ഇവിടെയുണ്ട്. അതിലൊന്നാമത്തെ ആൾ കോൺഗ്രസിൻ്റെ നേതാവ് അഷറഫ് തന്നെയാണ്. കല്ലാർ കവലയിൽ താമസക്കാരൻ. അങ്ങേര് ഈ സിനിമയുടെ പ്രാദേശികമായ ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു മാനേജറാണ്. അങ്ങേരാണ് ഈ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുകയും ഇതെല്ലാം കച്ചവടം നടത്തുകയും ഏർപ്പാടൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ്. എല്ലാ രേഖയും എൻ്റെ കയ്യിലുണ്ട്. വേണേ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ തയ്യാറാണ്. 2 ഏക്കർ ഭൂമിയുണ്ട്. അതേസമയം പരുന്തുംപാറയിൽ സ്റ്റോപ്പ് മെമ്മോ തള്ളി ഫിനിഷിംഗ് ജോലികൾ പുരോഗമിക്കുന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസിന് ലഭിക്കുകയുണ്ടായി. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇതിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. അവിടെ ആരോപണം ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് പണിയും അതിലേറെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതിനുള്ള നടപടികൾ എങ്ങനെ, ഇതിനെ തടയിടാനുള്ള നടപടികൾ എങ്ങനെ, ഈ രാഷ്ട്രീയ പോരിൽ ഇത് വഴിതെറ്റി പോകുമോ? ദിവിഷെ, രാഷ്ട്രീയ പോര് ഒരു വശത്ത് നിൽക്കുന്നു, ഉദ്യോഗസ്ഥർ ഈ കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നത് മറുവശത്ത് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പരുന്തുംപാറയിൽ ചെല്ലുമ്പോൾ കാണുന്ന വൻകിട നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഇതുപോലെ തലയുയർത്തി വന്നത്. കാരണം മലമടക്കുകളിലൊക്കെയാണ് ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയൊന്നും പണിതല്ല. അപ്പോഴൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഈ ജനപ്രതിനിധികളും ഇപ്പോൾ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നവരും ഒക്കെ എവിടെയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റവന്യൂ ഉദ്യോഗസ്ഥരും ഇതിൽ കണ്ണടച്ച് നിന്നു. അങ്ങനെയാണ് ഈ ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടം SIT റിപ്പോർട്ടിന് പിന്നാലെ ഉണർത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അവിടെ സർവേ നടപടികൾ ആരംഭിക്കാൻ പോകുന്നു, കയ്യേറ്റ ഒഴിപ്പിക്കലിലേക്ക് പോകുന്നു. അതിനുവേണ്ടിയാണ് ഈ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിക്കുകയും പ്രധാനപ്പെട്ട കെട്ടിട നിർമ്മാതാക്കൾക്കെല്ലാം തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ആ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങളുടെയൊക്കെ ഫിനിഷിംഗ് ജോലികൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇന്നലെ വൈകിട്ട് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. ഈ ദിവസങ്ങളിൽ ഇനി ഇതിനേക്കാൾ വേഗത്തിൽ ഈ പണികൾ കഴിയും. കാരണം ഈ ഉദ്യോഗസ്ഥരൊന്നും എത്തില്ല എന്ന ഉറപ്പുണ്ട്. എന്തായാലും ഈ സംഭവം സംബന്ധിച്ച് നമ്മൾ ജില്ലാ ഭരണകൂടത്തോടും അതോടൊപ്പം തന്നെ അവിടുത്തെ തഹസിൽദാരോടും ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് കൃത്യമായും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാകും. പക്ഷേ ആ നടപടികൾ എന്ത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇതുവരെ നിശബ്ദരായിരുന്നവർക്ക് ഇനിയും ഇതേ രീതിയിൽ നിശബ്ദത പാലിക്കാൻ കഴിയുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം SITയുടെ റിപ്പോർട്ട് അത്രയും ഗൗരവപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരു പ്രത്യേക ടീമിനെ തന്നെ വെച്ചുകൊണ്ട് അവിടുത്തെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു വശത്ത് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ അടക്കം ലംഘിച്ചുകൊണ്ട് ഈ കെട്ടിടങ്ങളുടെ ഫിനിഷിംഗ് ജോലികൾ കൂടുതൽ ജീവനക്കാരെ തൊഴിലാളികളേക്ക് എത്തിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു.